أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم الأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം ആ പ്രവാചക ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹും പരിശുദ്ധ ഖുർആനും ആവശ്യപ്പെട്ട സൽമാർഗത്തിന്റെ സ്വർഗീയ പാതയുടെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒരു മാസം, പ്രവാചക ജനനം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ജീവിതവും മനുഷ്യ സമൂഹത്തിന്റെ അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. അല്ലയോ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ഈ സമൂഹത്തിന്റെ സാക്ഷിയും സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനുമായി കൊണ്ടാണ്. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കായി മനുഷ്യ സമൂഹത്തിൽ തെളിഞ്ഞു കത്തുന്ന ഒരു ദീപസ്തംഭമായി അള്ളാഹു സുബ്ഹാനഹു തആല താങ്കളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിടുന്ന സംഗതിയാണ്. ഈ മാസത്തിൽ സാധാരണ രീതിയിൽ രണ്ട് അറ്റങ്ങളിലാണ് മുസ്ലിം സമൂഹം ഉണ്ടാകുക. ഒരു വിഭാഗം അങ്ങനെ ഒരു മാസമായതുകൊണ്ട് തന്നെ അത് കൊണ്ടാടുകയാണ്. പലപ്പോഴും അതിർവരമ്പുകൾ ഭേദിച്ച് ഇസ്ലാമിന്റെ പടിപ്പുരക്കപ്പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ ആഘോഷങ്ങളുടെയും ആടിത്തമർക്കലുകളുടെയും ഒക്കെ വേദിയാക്കി പലപ്പോഴും ഈ മാസത്തെ പ്രവാചക സ്നേഹത്തിന്റെ ലേബലൊട്ടിച്ചുകൊണ്ട് നടത്തുന്ന കാര്യങ്ങള് പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് തന്നെ പ്രയാസകരമുണ്ടാക്കുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു വിഭാഗം പ്രവാചക സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ അതിര് കവിഞ്ഞ് ചെയ്യുമ്പോൾ, മറുഭാഗമാകട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ തൽക്കാലം ഈ മാസത്തിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. പ്രവാചകനെ കുറിച്ച് നമുക്ക് പലപ്പോഴും പറയാം, അല്ലെങ്കിൽ പിന്നെയും അവസരങ്ങൾ വരും. ഇപ്പോ നബിയെ കുറിച്ച് പറഞ്ഞാൽ അത് അങ്ങനെ ആകും എന്ന് പേടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്താണോ നമ്മൾ ചെയ്യേണ്ട പണി അത് ചെയ്യാൻ മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന മറുവിഭാഗം. ഇത് രണ്ടിനുമിടയിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ യഥാർത്ഥ സ്ഥാനമുണ്ടാകേണ്ടത്? നേരത്തൊക്കെ പറഞ്ഞ അതിർ കവിയൽ എന്തായാലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ മിണ്ടാതിരിക്കൽ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമാണ് എന്നതുകൊണ്ട് തന്നെ തിരുദൂതരുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഈ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്ന് തിരുദൂതരുടെ ജനനമാണ്. രണ്ടാമത്തത് തിരുദൂതരുടെ മരണമാണ്, വഫാത്താണ്. മൂന്നാമത്തത് ഇജ്റയാണ്. ഇജ്റ പ്രാമാണികരായ മുഫസ്സിറുകളുടെ
പണ്ഡിതന്മാരുടെ, മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സംഭവിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ആദ്യ മാസമായി മുഹറം എന്ന് വന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മുഹറമിലല്ല ഹിജ്റ നടക്കുന്നത്. എന്താണെങ്കിലും പ്രവാചകന്റെ ജനനം മുസ്ലിം സമൂഹത്തോളമല്ല, ലോകത്തെ സമൂഹത്തോളം സന്തോഷകരമാണ്. പ്രവാചകന്റെ വഫാത്ത് അങ്ങേയറ്റം ദുഃഖകരമാണ്, അനിവാര്യമായ ഒരു സംഭവമാണ്. മൂന്നാമത്തത്, ഈ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ ആശയുടെയും പ്രത്യാശകളുടെയും ജീവിത പാന്താവിലൂടെ കടന്നുപോകുന്ന ഒരു വഴിയെ പഠിപ്പിക്കുന്ന ഹിജ്റ മുസ്ലിം സമൂഹത്തിന് ഗുണപാഠമാകേണ്ടതുമാണ്. അനുഷ്ഠാനപരമായി വലിയ പ്രത്യേകതകളൊന്നും ഈ മാസത്തിന് കൽപ്പിച്ചിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നബുവത്തിന് ശേഷം ജീവിച്ച കാലങ്ങളിൽ പോലും ഈ ദിവസത്തെ പ്രത്യേകമായി എന്തെങ്കിലും ചടങ്ങുകൾ കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രത്യേകമാക്കിയിരുന്നു എന്ന് നമുക്കെവിടെയും കാണാൻ കഴിയുന്നില്ല. പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന സ്വഹാബത്തും അങ്ങനെ ഒരു ജീവിത വഴി സ്വീകരിച്ചതായി പ്രാമാണികമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുള്ള ഇല്ല. ആകെ കൂടി ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് പ്രവാചകന്റെ ജനനം തിങ്കളാഴ്ച ആയിരുന്നു. അതുകൊണ്ട് അബീ ഖതാദത്തുൽ ഹാരിസ് ഇബ്നു റബീഇ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമിൽ ഇസ്നി, തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പൊ പ്രവാചകൻ മറുപടി പറഞ്ഞു, ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത്. വഫീഹി ഉൻസില അലയ്യ, പരിശുദ്ധ ഖുർആൻ എനിക്ക് അവതീർണമായ ദിവസവും ആ തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല, മറ്റ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ അഅ്മാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമാണ്. ഫഉഹിബ്ബു അൻ യുറദ അമലി വഅന സ്വായിമുൻ, എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസം ഞാൻ ഒരു നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രവാചകൻ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് അനുഷ്ഠാനപരമായ പ്രത്യേകതകളൊന്നും റബീഉൽ അവ്വലിന് കാണുന്നില്ല. എന്നാൽ ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അത് ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയ ഒരു കഥയല്ല, എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ട പൊള്ളയായ ചരിത്രമല്ല. മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന ജീവസുറ്റ ഒരു ചരിത്രരേഖയാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിന് പ്രത്യേകതകളുണ്ട്. എന്തടിസ്ഥാനത്തിൽ? ആ ചരിത്ര യാഥാർത്ഥ്യത്തെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyീന റസൂലൻ മിൻഹും, നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ അവനാണ് നിയോഗിച്ചത്. യത്ലു അലൈഹിം ആയാതിഹി, അവൻ അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു തരുന്നു. വയുസക്കീഹിം, നിങ്ങളെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെടുന്ന തത്വജ്ഞാനവും നിങ്ങളെ പഠിപ്പിക്കുന്നത് അവനാണ്. അങ്ങനെ ഒരു വെളിച്ചം നിങ്ങൾക്ക് വന്നു കിട്ടുന്നതിന്റെ മുമ്പ് തികഞ്ഞ വഴികേടിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോ വെളിച്ചത്തിലേക്ക് നടന്നു തുടങ്ങിയ ഒരു ദിവസം, വെളിച്ചത്തിന്റെ പ്രഭ പരന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അതിലേക്ക് കാരണക്കാരനായ ഒരു റസൂൽ ജീവിച്ചതിന്റെ രേഖാചിത്രം ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആ പ്രവാചകൻ ഈ സമൂഹത്തിന് അന്യമാകാൻ പാടില്ല, അല്ലെങ്കിൽ അവ്യക്തമായ ഒരു രേഖയാകാൻ പാടില്ല. ഇന്ന് പലപ്പോഴും പ്രവാചകനെ ഈ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബോധപൂർവമായി മനസ്സിലാക്കാൻ ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണകളോട് കൂടിയ ഒരു പ്രവാചകനെയാണ്. ഒരുപാട് വിവാഹങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ രീതിയിൽ 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രം പ്രാബല്യത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ കാലത്ത് മാത്രം മനുഷ്യന് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ജീവിത സംഹിതയും ജീവിത സിദ്ധാന്തവും അവതരിപ്പിച്ച ഒരു പുരുഷൻ, ഒരു പ്രവാചകൻ എന്നതിനപ്പുറത്തേക്ക് പ്രവാചകന് പ്രസക്തിയില്ല എന്ന് മുസ്ലിം സമൂഹത്തിലെ തന്നെ വിഭാഗങ്ങൾ പോലും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ആരാണ് എന്നും റസൂലിന്റെ ജീവിതരേഖ എന്താണ് എന്നും ആ റസൂലിലൂടെ അവതീർണമായ പരിശുദ്ധ ഖുർആൻ എന്താണ് എന്നും ഈ സമൂഹത്തെ ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ, അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ, അവരുടെ മനസ്സിലേക്ക് പ്രവാചകൻ എന്ന് പറയുന്ന ആ വെളിച്ചത്തെ പകർന്നു കൊടുക്കാൻ ഈ മാസത്തേക്കാൾ നല്ല ഒരു മാസമില്ല എന്ന് തന്നെയാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശദാംശങ്ങൾ പിന്നീട് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി എന്ന് പറയുന്നത് നമുക്കിങ്ങനെ
ആടിപ്പാടി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ആഘോഷിച്ച് തീർക്കാനുള്ള ഒരു വ്യക്തിത്വമോ ഒരു പ്രവാചകനോ അല്ല. അത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയോ? നമ്മൾ മുസ്ലിമാകുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് വിശ്വാസം പൂർത്തിയാവൂല. ഒരു മനുഷ്യന്റെയും വിശ്വാസം പൂർത്തിയാവൂല. മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മൾ ഇസ്ലാം കാര്യം പഠിച്ചപ്പോ ആദ്യം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദ് കൊണ്ട് തുടങ്ങണം. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് സത്യസാക്ഷ്യത്തിന്റെ ഭാഗമാണ്. ആ പ്രഖ്യാപനത്തോടു കൂടിയാണ് ഒരു ഇസ്ലാമിക ജീവിതം ആരംഭിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ ജീവിതം ആരംഭിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹി കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്. ആ പ്രവാചകനെ സ്മരിക്കാതെ ഒരു ദിവസം മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുക സാധ്യമല്ല. അല്ലാത്ത ജീവിതമൊക്കെ സാധ്യമാണ്. കാരണം അവന്റെ ജീവിത ക്രമങ്ങളിൽ മുഴുവനും ആ നാമം ഉച്ചരിക്കാതെ കടന്നു പോകില്ല. ബാങ്ക് കൊടുക്കുമ്പോ, ഇഖാമത്ത് കൊടുക്കുമ്പോ, അവൻ നമസ്കരിക്കുമ്പോ, അവൻ ദുആക്ക് വേണ്ടി കൈകൾ ഉയർത്തുമ്പോ, അവൻ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോ, അവൻ വസ്ത്രം ധരിക്കുമ്പോ, അവൻ ഉറങ്ങുമ്പോ, ഉണരുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലൂടെ ഒരു ദിവസത്തിന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ല, ഉറക്കമടക്കം ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ടോ, ആ കടന്നു പോകുന്ന മേഖലകളിൽ മുഴുവൻ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമോച്ചരിക്കാതെ, ഒന്ന് ഓർക്കാതെ, ഒന്ന് സ്മരിക്കാതെ, ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിക്കാതെ കടന്നു പോകാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ലാത്ത വിധം വിശ്വാസിയുടെ ജീവിതത്തെ ബലമായി പിടിച്ചു നിർത്തുന്ന ഒരു വല്ലാത്ത ഒരു പവറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ പ്രവാചകൻ? നമുക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ആരാ നബി? നമുക്ക് അങ്ങനെ വന്നുപോയ ഒരു നബിയല്ല. അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആ ഖാത്തമുൻ നബി, അവസാനത്തെ പ്രവാചകൻ. ഞാൻ ജീവിക്കുന്നത് മൂസാ നബിയുടെ കാലത്താണെങ്കിൽ മുഹമ്മദ് നബിയുടെ ആളല്ല, ഞാൻ മൂസാ നബിയുടെ ആളാണ്. ഇബ്രാഹിം നബിയുടെ കാലത്താണെങ്കിൽ ആ പ്രവാചകനാണ് എന്റെ റസൂലുള്ളാഹ്. ഞാൻ ജീവിക്കുന്നത് മുഹമ്മദ് നബിയുടെ നബുവത്തിന്റെ അല്ലെങ്കിൽ ആ പ്രവാചകത്വത്തിന്റെ കാലഘട്ടത്തിലായതുകൊണ്ട് ആ പ്രവാചകൻ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് അള്ളാഹു നിർണയിച്ചു തന്ന ഒരു പ്രവാചകനാണ്. എന്റെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഞാൻ ദീനനുസരിച്ച് ജീവിക്കണമെന്ന്, എങ്ങനെ തൗഹീദും റിസാലത്തും ആഖിറത്തും അനുസരിച്ച് എനിക്ക് അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ഈ ഭൂമിയിൽ എന്നെ പഠിപ്പിച്ച റസൂൽ. അള്ളാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ ഖുർആനില്ലെങ്കിൽ നമ്മളില്ല, ഈ ജീവിതമില്ല, വിശ്വാസമില്ല. ഇത് കേവലാർത്ഥത്തിൽ പറഞ്ഞു പോകാനുള്ള ഒരു പേര് മാത്രമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന, നിയന്ത്രിക്കുന്ന, എന്റെ ജീവിതത്തെ മുച്ചൂടും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ, അള്ളാഹു നിർണയിച്ചു തന്ന ഒരു ശക്തിയാണ്, ഒരു വിശ്വാസമാണ്, ഒരു പ്രായോഗികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നതും അള്ളാഹു തന്നെയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനുകളായ ആളുകൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക അനസ് ബിൻ മാലിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മാസത്തിൽ ഒരുപക്ഷെ 1000 തവണ ആവർത്തിച്ച് കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഹദീസാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖൻ അലൈഹി ആയ ഒരു ഹദീസ്. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല. എപ്പോഴെങ്കിലും ആ ഹദീസിന്റെ അടിയിലൂടെ ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ടോ? ലാ യുഅ്മിനു അഹദുക്കും, ഈമാൻ തൊട്ടിട്ടാ കളിക്കുന്നത്. നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല തന്നെ. നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ പ്രിയപ്പെട്ടവനാകണം. മിൻ വാലിദിഹി, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടത് ആരെയാ? മാതാപിതാക്കളെയാണ്. അതിന്റെ മേലെ വെക്കണം. വലദിഹി, കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പഠിപ്പിച്ചത് മക്കളെയാണ്. അതിന്റെ മേലെ വെക്കണം. വന്നാസി അജ്മഈൻ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, ജീവനുണ്ട്, നാടിയുണ്ട്, ഞരമ്പുകളുണ്ട്. ഇതിന്റെ ഒക്കെ മേലെ അള്ളാഹുവിന്റെ റസൂല് വരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ട സന്ദർഭത്തിൽ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ നിന്നു. പ്രവാചകൻ ചോദിച്ചു, ഉമർ ബിൻ ഖത്താബെ, താങ്കൾക്ക് എന്തോ ഇതില് പ്രയാസമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടാതെ പോയി.
പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. അള്ളാഹിന്റെ റസൂലിന് മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോടാണ്. അതിലൊരു സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമെടുത്തത്. പക്ഷെ എനിക്ക് ഇപ്പൊ ഉറപ്പാണ്, എന്റെ അള്ളാഹുവിന്റെ പ്രവാചകനായ താങ്കളല്ലാത്ത ഒരു മനുഷ്യനും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതില്ല. അൻസാരിയായ ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞില്ലേ ഹദീസുകളിൽ, ചരിത്രത്തിൽ കാനത്ത് ഇംറഅത്തുൻ മിനൽ അൻസാർ മിൻ ബനീ ദീനാർ, ബനീ ദീനാറിൽപ്പെട്ട ഒരു പെണ്ണ്, ഒരു അൻസാരിയായ ഒരു സഹാബിയ വനിത, വഖദ് ഉസീബ സൗജുഹാ വ അഖൂഹാ യൗമ ഉഹദിൻ, ഉഹദിന്റെ രണാങ്കണത്തിൽ അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, സഹോദരൻ കൊല്ലപ്പെട്ടു, മുറിവേറ്റു. ഫലമ്മാ നഊലഹ, അവളിങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് അവൾ ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന് എന്താ പറ്റിയത്? അള്ളാന്റെ റസൂലിന് എന്താ പറ്റിയത്? ഖാലൂ ഖൈറുൻ ഖൈറുൻ യാ ഉമ്മി ഫുലാൻ, ഇന്നാലിന്നവന്റെ ഉമ്മ, ആ പേര് വിളിച്ചുകൊണ്ടായിരിക്കണം പറഞ്ഞത്. അത് അള്ളാന്റെ റസൂലിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫഖാലത്ത് അറൂനി ഹത്താ അൻദുറ ഇലൈഹി, എന്നെ ഒന്ന് കാണിച്ചു തരിക റസൂലിനെ. ഫഅസാറു ഇലൈഹി ഹത്താ ഇദാ റഅതുഹു, അങ്ങനെ അവരെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചു. റസൂലിനെ കണ്ടപ്പോ കാലത്ത് അവൾ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സുരക്ഷിതനാണെങ്കിൽ ബാക്കി എന്റെ മുമ്പിൽ എല്ലാം പൊറുക്കാവുന്നതും സഹിക്കാവുന്നതുമാണ്. റസൂലേ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ ഈ ഭൂമിയിൽ പ്രയാസപ്പെടുക എന്നത് മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ് ബദറിന്റെ രണാങ്കണത്തില് സ്വഹാബത്ത് വന്നു നിൽക്കുമ്പോ സ്നേഹത്തിന്റെ വൈകാരികമായി എത്രയെത്ര പ്രകടനങ്ങൾക്കാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചത്. ബദറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അൻസാറുകളും മുഹാജിറുകളും പ്രഖ്യാപിച്ചു. അൻസാറുകൾ പറഞ്ഞു, റസൂലേ, ബദറിന്റെ രണാങ്കണത്തിലല്ല, ഒരു സമുദ്രത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചാടണം എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളിൽ ഒരാളും ലിമയാ റസൂലല്ല, എന്തിനാണത് റസൂലേ എന്ന് ഞങ്ങൾ ചോദിക്കൂല. കാരണം പറഞ്ഞത് ഞങ്ങൾ റസൂലാണ്. അൻസാറുകൾ പറഞ്ഞു, മുഹാജിറുകൾ പറഞ്ഞു, റസൂലെ, ഞങ്ങൾ ഒരിക്കലും പറയൂല. മാ ഖാല മൂസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ സമൂഹം പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹൗനാ ഖായിദൂൻ, ഇനിയും നിന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞതുപോലെ ഒരു പറച്ചിൽ ഞങ്ങൾ പറയില്ല റസൂലെ. നിങ്ങളുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുന്നിലും പിന്നിലും ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ചരിത്രത്തിന്റെ നിസ്തുല്യമായ മാതൃകകൾ അത് ഉണ്ടായതാണ്, ഉണ്ടാക്കിയതല്ല. അതാ പഠിക്കേണ്ടത്. അത് ഉണ്ടായി തീർന്നതാണ്, ഉണ്ടാക്കിയതല്ല. വിശ്വാസം ഹൃദയത്തിൽ ദൃഢമാകുമ്പോ, മുഹമ്മദ് റസൂലുള്ള ഹൃദയത്തിലേക്ക് ആഞ്ഞാഞ്ഞ് തറക്കുമ്പോ ഉണ്ടായിത്തീരുന്ന ഒരു വികാരത്തിന്റെ പേരാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ മാർഗം നിങ്ങൾ അനുധാവനം ചെയ്യണം. യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പക്ഷെ ഈ ഹുബ്ബ് നമുക്ക് വരണമെങ്കിൽ അത് തുടങ്ങേണ്ടത് ഒരു ദിവസം റബീഉൽ അവ്വൽ പൊട്ടി വിടരുമ്പോ ഉണ്ടായിത്തീരുന്ന ഒരു പ്രത്യേകമായ ഒരു സംവിധാനമല്ല, മറിച്ച് അതിന് ഈമാന് വേണം, ഇതാഅത്ത് വേണം, അള്ളാഹുവിന്റെ പ്രവാചകനിൽ അതികഠിനമായ വിശ്വാസം വേണം. നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസം പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കണം. ആ റസൂല് കൊണ്ടുവന്നതൊക്കെ എനിക്ക് അനുധാവനം ചെയ്യാനുള്ളതാണ്. അതിലൊന്നു പോലും എനിക്ക് പിൻപറ്റാതിരിക്കാൻ കഴിയില്ല. എന്തൊക്കെ റസൂല് കൊണ്ടുവന്നോ അതൊക്കെ ഞാൻ ചെയ്യണം, എന്തൊക്കെ വിരോധിച്ചോ അത് മുഴുവൻ ഞാൻ ഒഴിവാക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ പറയുമ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഹാബത്ത് അങ്ങനെയാണ്. നിങ്ങൾ നോക്ക്, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും റസൂലിനെ അനുകരിച്ചു. ഏതെങ്കിലും ഒരു സഹാബിയെ നമുക്ക് പറയാൻ പറ്റുമോ? റസൂലിനോട് നല്ല സ്നേഹമായിരുന്നു, പക്ഷേ അദ്ദേഹം റസൂലിനെ വല്ലാതെ ഫോളോ ചെയ്യാനില്ലായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരൊറ്റ ചരിത്രമേ ഉള്ളൂ. അത് ഏതാണെന്ന് അറിയുന്നത്? അത് അബൂ താലിബിന്റെ ചരിത്രമാണ്. അബൂ താലിബിന് അള്ളാഹുവിന്റെ റസൂലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തുമാത്രം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്, എന്തുമാത്രം. ഷഅബ് അബീ താലിബിലെ ഉപരോധ സമയത്ത് നെടും തൂണായി നിന്നിട്ടുണ്ട് അബൂ താലിബ്. അതിനുശേഷവും മുമ്പും പിമ്പും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലും പിന്നിലും ഖുറൈശികളുടെ മർദ്ദനങ്ങളിൽ നിന്ന് തടുത്തു നിർത്താൻ മുന്നിൽ നിന്നിരുന്ന അബൂ താലിബ്. പക്ഷേ ഈ ഇതാഅത്ത് ഉണ്ടായില്ല, ഈമാൻ ഉണ്ടായില്ല. അതുകൊണ്ട് അബൂ താലിബിന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണെന്നാണ് അള്ളാഹിന്റെ റസൂലും പരിശുദ്ധ ഖുർആനൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. എന്താ കാരണം? ആ വിശ്വാസമാകാൻ പാടില്ല. റസൂലിനോട് ഇഷ്ടമാണ്, അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. ഞാൻ ആളെ കൊല്ലണം, അതിന് ഞാൻ തയ്യാറാണ്.
പക്ഷേ ഇത്താഅത്തും ഈമാനും ഇല്ലാത്ത കപടമായ വിശ്വാസവുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പോകരുത്. പ്രവാചകൻ വളർത്തിയ സമൂഹം അങ്ങനെ ആയിട്ടില്ല. അവരതിന് ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. അവർ ചോദിച്ച് മനസ്സിലാക്കാൻ കിട്ടിയത് പോരായിട്ട് വയസ്അലൂനക മാദാ യുൻഫിഖൂൻ എത്ര പ്രാവശ്യം ഖുർആൻ അത് ആവർത്തിച്ച് പറയുന്നു അറിയോ? വയസ്അലൂനക വയസ്അലൂനക യസ്അലൂനക എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ റസൂലെ അവർ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരം എന്താ? അതെന്താ ചെയ്യേണ്ട റസൂലെ? ഇതെന്താ ചെയ്യേണ്ട റസൂലെ? കിട്ടിയതിന്റെ അപ്പുറം ഇനിയും വല്ലതും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കി അതിന്റെ ഏറ്റവും പരമമായ രൂപമാണ് നമ്മൾ കണ്ടത്. റസൂൽ നടക്കുന്ന വഴികളിൽ മണലിലാണല്ലോ, അവിടെ ഇങ്ങനെ കാലിന്റെ ഒരു സ്റ്റെപ്പ് വരും, അതിമ്മ പാദം വെച്ചിട്ട് പോവുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ പാദം വെച്ച് പോകാൻ മാത്രം നടന്നിരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, അത് മുഹബ്ബത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു ടോപ്പ് പോയിന്റ് ആണ്. അനുകരിച്ച് മാതൃക പിന്തുടർന്ന് പ്രവാചകനെ മുഴുവൻ അങ്ങ് ഫോളോ ചെയ്യുമ്പോ ആ പ്രവാചകന്റെ കാല് വെച്ച സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ ഭൂമിയിൽ എനിക്കൊന്ന് കാലുവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു വികാരം അത് അവസാനം ഉണ്ടാകുന്നതാണ്, അത് ആദ്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് പ്രവാചക സമൂഹം ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തി. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെന്ന് കടന്ന ആദ്യത്തെ വിഭാഗമുണ്ടല്ലോ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ആ മാർഗത്തിൽ അവരെ പിൻപറ്റിക്കൊണ്ട് നന്മയുടെ മാർഗത്തിൽ അവരെ ഫോളോ ചെയ്ത് അനുധാവനം ചെയ്ത വിഭാഗം റളിയല്ലാഹു അൻഹും വറദൂവൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടോ, റളിയല്ലാഹു അൻഹും അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നവർ റളിയൻഹും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട വിഭാഗമാണ്. ജീവിതം പൂർണ്ണമായി അനുസരിച്ച് തൗഹീദും റിസാലത്തും ആഖിറത്തും മാറ്റിപ്പണിത ഒരു വിഭാഗം. അതിനു മുമ്പ് തികഞ്ഞ വഴികേടിലാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഹിദായത്തിന്റെ രചനരേഖയായി ചരിത്രത്തിൽ ഇന്നും വീമ്പ് പറയാൻ മാത്രം നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു വിഭാഗമായി സ്വഹാബത്ത് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരുപരുക്കരായ ആ വിഭാഗം ലോകത്തെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച സ്വഭാവ ശുദ്ധിയുടെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ് താങ്കളും സമൂഹവും ഒക്കെ ഇത്ര നൈർമല്യമുള്ള ആളുകളായി മാറിയത്. താങ്കളെങ്ങാനും പരുഷഹൃദയനായിരുന്നെങ്കിൽ ഈ ആളുകളൊക്കെ ചുറ്റുപാടിൽ നിന്നും പേടിച്ചോടുമായിരുന്നു എന്ന് പറയുന്ന സ്വഭാവ നൈർമല്യത്തിന്റെ സംസ്കരണത്തിന്റെ മഹിതമായ മാതൃക തീർത്ത ഒരു സമൂഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദ്യം ഉച്ചരിച്ചത് എന്ന് നമുക്ക് ബോധ്യം വേണം. അതിനനുസരിച്ച് അവരെല്ലാം മാറ്റിപ്പണി. കുടുംബ ജീവിതം, സാമ്പത്തിക ജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയ ജീവിതം എല്ലാം അതിനനുസരിച്ചാ പിന്നെ പോയത്. പിന്നെ അവിടെ 3 വിഭാഗം ഉണ്ടായിട്ടുള്ളൂ. അതിലേതിൽ നമ്മൾ പെടുന്നു ഒന്ന് പരിശോധിക്കണം. നല്ല ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച് അംഗീകരിച്ച് ഈ പറഞ്ഞ റളിയല്ലാഹു അൻഹും വറളു എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം. അവരെ നമ്മുടെ സഹാബികളെന്നും താബിഈകളെന്നും താബിഈങ്ങളെന്നും സലഫ് സ്വാലിഹീങ്ങളെന്നും അള്ളാഹുവിന്റെ മാർഗത്തിലെ സ്വാലിഹായ ആളുകളെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചരിത്രത്തിലൂടെ ആ സിൽസില ഇങ്ങനെ കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗമുണ്ട് അവിടെ. അതാരാ? ബദറിലും ഉഹദിലും ഒക്കെ ശത്രു ചേരിയുന്ന അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും ഒക്കെ മക്ക മുശ്രിക്കുകളുടെയും ജൂത പടയണിയുടെയും കുഫാറുകളുടെയും ഒക്കെ ഒരു വിഭാഗം. അവരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവർ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന വിഭാഗമാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗത്തെ കൂടി ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് മുനാഫിക്കുകളാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. അവരുടെ പ്രത്യേകത എന്താ? പ്രത്യക്ഷത്തിൽ അവരൊക്കെ റസൂലിന്റെ ആൾക്കാരാണ്. പ്രത്യക്ഷത്തിൽ പള്ളിയെ ഒന്നാമത്തെ സഫിൽ അവരുണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാ കൊടിയും പിടിക്കാൻ യുദ്ധത്തിനുണ്ടാവില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാവും. അവർ വേണമെങ്കിൽ എല്ലാ സംഗതികളും ചെയ്തോളും. പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുന്നില്ല. അവർ റസൂലിനെ ആ അർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ ദീനിലേക്ക് അവർ കടന്നു വരാൻ, ഈ ഈമാനും ഇത്താഅത്തും കൊണ്ട് കടന്നു വരാൻ തയ്യാറല്ല. സൂറത്തുൽ മുനാഫിഖീൻ എന്ന് പറഞ്ഞ് ഒരു സൂറ തന്നെ അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹ് ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, ഏറ്റവും നരകത്തിലാന്നല്ല പറഞ്ഞു, നരകത്തിന്റെ അടിത്തട്ടിലാണ്. അവരുടെ പ്രത്യേകത എന്താണ്? ഈ വായ കൊണ്ടുള്ള വർത്താനല്ലാതെ ഹൃദയം കൊണ്ടോ കർമ്മം കൊണ്ടോ അവർ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മളൊക്കെ സ്നേഹം നിഫാഖാണോ? നമുക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ സ്നേഹം നിഫാഖാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആത്മപരിശോധന നിരന്തരമായി നടത്താനുള്ള ഒരു അവസരമായി റബീഉൽ അവ്വൽ നമ്മൾ കാണണം.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഐച്ഛികമായ ഒരു കർമ്മല്ല, സുന്നത്തായ ഒരു കാര്യമല്ല, അത് നിർബന്ധമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ ഓതിക്കേൽപ്പിച്ച സൂറത്തുൽ അഅറാഫിലെ ആ ആയത്തിൽ നിങ്ങൾ നോക്കല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ, ആരാണ് വിശ്വാസികൾ എന്നതിന്റെ ഉത്തരമാണ് അവർ അള്ളാഹുവിന്റെ റസൂലിനെ, നിരക്ഷരനായ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരാണ്. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ, യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, വയൻഹാഹും അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു, വയുഹില്ലു ലഹും ത്വയ്യിബാത്ത്, ജീവിതത്തിന്റെ നല്ലതും നന്മകളെയും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, കെട്ടതിനെ, ജീവിതത്തിന്റെ മാലിന്യങ്ങളെ പുറത്തു നിർത്താൻ ആവശ്യപ്പെടുന്ന പ്രവാചകൻ, വയളഹുവന്നും ഇസ്റഹും അല്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരെ മുതുകുകളിൽ കയറ്റിവെച്ച ഭാരം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ കെട്ടുപാടുകളും അതിൽ നിന്ന് തൗഹീദിലേക്ക് അവരെ വിമോചിപ്പിക്കുന്ന പ്രവാചകൻ. അതുകൊണ്ട് വല്ലദീന ആമനു, ആ പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നുവോ, ആ പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തെ സഹായിക്കുകയും, ആ പ്രവാചകനോടൊപ്പം ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റ് വാങ്ങുകയും ചെയ്യുന്നവരാരോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അവരല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടവരാണ്. ഞാനും ആലിമൂപ്പന്റെ ആളാണ് എന്നൊരായിരം തവണ പറഞ്ഞാലും ശരി, ആ ഘടകത്ത് ആ കോളത്തിൽ പെടൂല എന്ന് മനസ്സിലാക്കാൻ കൂടി ഈ സന്ദർഭം ഉപകാരപ്പെടണം. അള്ളാഹുവിന്റെ പ്രവാചകനെ കൂടുതൽ പഠിക്കാനും ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും കർമ്മം കൊണ്ട് അനുകരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.